ചാലക്കുടി മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. ഇന്നലെ രാത്രി 11 മണിയോടെ തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെ തീർന്നില്ല. വോട്ടർ പട്ടിക ക്രമക്കേടിൽ വെട്ടിലായ തൃശൂരിൽ കെ സുരേന്ദ്രനെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കാനൊരുങ്ങി BJP. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിച്ചേക്കും. മതിലകം ഗ്രാമപഞ്ചായത്തിൽ 4 വർഷം കൊണ്ട് നീന്തൽ പരിശീലനം നൽകിയത് 1000-ഓളം വിദ്യാർത്ഥികൾക്ക്. പരിശീലനം പൂർത്തിയായവർക്ക് സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ 3 കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. അല്പം പോലും നീങ്ങാനാകാത്ത സാഹചര്യത്തിൽ വാഹനങ്ങൾ കുരുങ്ങി. ഇന്നലെ രാത്രി 11 മണിയോടെ തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെ തീർന്നില്ല. ഒരു മാസത്തേക്ക് പാലിയേക്കരയിൽ ടോൾ നിർത്തിവച്ചിരുന്നു. സുപ്രീം കോടതിയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഗതാഗതക്കുരുക്ക് മാറ്റാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആരോപണം. ഇന്നലെ രാത്രി 11 മണിയോടെ തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെ തീർന്നില്ല. മുരിങ്ങൂർ വരെയുള്ള ഭാഗത്ത് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ചാലക്കുടി വഴി പോയാൽ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങും. പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ കല്യാണി, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, മാള വഴി പോകാൻ നിർദ്ദേശം. എറണാകുളത്തേക്ക് പോകേണ്ടവർ കൊടുങ്ങല്ലൂർ, പറവൂർ വഴി പോയാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാം. മീഡിയ ടൈം, ചാലക്കുടി. വോട്ടർ പട്ടിക ക്രമക്കേടിൽ വെട്ടിലായ തൃശൂരിൽ കെ സുരേന്ദ്രനെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കാനൊരുങ്ങി BJP. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിച്ചേക്കും. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാൻ സാധ്യത. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതൃപ്തി BJPയിൽ പുകയുന്നതിനിടെയാണ് തൃശൂരിലെ വോട്ട് ക്രമക്കേട് പുറത്തുവന്നത്. പ്രതിരോധം എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിയെ വളരെ മുമ്പേ നിശ്ചയിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കാനാണ് BJP തീരുമാനം. ഈ ചർച്ചയാണ് കെ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് എത്തിയത്. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സുരേന്ദ്രൻ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. കേരളത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്ന നിയമമണ്ഡലം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങും. കഴക്കൂട്ടത്ത് V. മുരളീധരനും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും തിരുവനന്തപുരം മണ്ഡലത്തിൽ VV രാജേഷും സ്ഥാനാർത്ഥികളാകും. ശോഭാ സുരേന്ദ്രനായി പരിഗണിക്കുന്നത് പുതുക്കാട്, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആറന്മുളയിലായിരിക്കും മത്സരിക്കാൻ സാധ്യത. ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയ PS ശ്രീധരൻപിള്ളയെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. ഷോൺ ജോർജ്, PC ജോർജ് എന്നിവരും സ്ഥാനാർത്ഥികളാകും. മതിലകം ഗ്രാമപഞ്ചായത്തിൽ 4 വർഷം കൊണ്ട് നീന്തൽ പരിശീലനം നൽകിയത് 1000-ഓളം വിദ്യാർത്ഥികൾക്ക്. കുട്ടികൾക്ക് വെള്ളത്തിനോടുള്ള ഭയം ഇല്ലാതാക്കുന്നതിനോടൊപ്പം വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഹരിലാൽ കൊമ്പിടിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകി വരുന്നത്. 2019 ആരംഭിച്ച പദ്ധതി കോവിഡ് മൂലം 2 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. 2020 പുതിയ ഭരണസമിതി വന്നതിനു ശേഷം പദ്ധതി പുനരാരംഭിച്ച് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലസാക്ഷരത നൽകി വരുന്നു. ഒരു വർഷം 1 ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്ത് പരിധിയിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നിലവിൽ നൽകുന്നത്. 20 വർഷമായി നീന്തൽ പരിശീലന രംഗത്ത് സജീവമായിട്ടുള്ള ഹരിലാൽ കൊമ്പിടിയുടെ നേതൃത്വത്തിൽ ബിജുമോൻ, സോണി, മുരളി, നവീൻ, ജിനേഷ് എന്നിവരടങ്ങിയ ടീമാണ് പരിശീലനം നടത്തുന്നത്. രാവിലെ 6 മുതൽ 8 വരെ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള പോളക്കുളത്തിലാണ് നീന്തൽ പരിശീലനം. 10 ദിവസമാണ് പരിശീലന കാലാവധി. പരിശീലനത്തിന് ശേഷം പോഷകാഹാരവും പഞ്ചായത്ത് നൽകുന്നുണ്ട്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകി വരുന്നുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശന തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. പ്രഗതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും.
വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി, പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. 2 വെറൈറ്റി എന്ന് പറഞ്ഞില്ലേ, പ്രജനിയും പ്രഗതി. ഇതാണ് പ്രജനി എന്നാണ്. പ്രജനി പച്ചപ്പ് കൂടുതലാണ്, കണ്ട പച്ചപ്പ് കൂടുതലാണ്. വലിപ്പം മറ്റേനേക്കാളും കുറച്ച് വലിപ്പത്തിലും വരും. പ്രഗതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വരും. ഇനി പ്രഗതിനെ നമുക്ക് കാണിച്ചു തരാം. ഒരു 8 കിലോത്തോളം ഉണ്ടാവുന്നതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു തൈമെന്ന് ഏകദേശം ഒരു കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു 2 മാസം ആവണുള്ളൂ, 1.5 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇത് നട്ടിട്ടേ. അപ്പോൾ ഒരു തൈമെന്ന് ഒരു 5-6 എണ്ണം 6-7 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുമെന്നാണ് അവർ യൂണിവേഴ്സിറ്റി പറയണത്. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ചില നല്ലൊരു പറന്ന് കയറിയിട്ടുണ്ട് സംഭവം. പ്രഗതി, പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായ്കൾ ഉണ്ടാകും. പ്രഗതി, പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. ഈ പ്രദർശന തോട്ടം എല്ലാവർക്കും ഒരു മാതൃകയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതൊരു കോസ്റ്റൽ ഏരിയയാണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗമൊന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് വളരെ നല്ല ഈൽഡ് കിട്ടണ ഒരു വെറൈറ്റി ആണെന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഈ പ്രദർശനത്തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു. ശശിചേട്ടൻ പറഞ്ഞ പോലെ മായയാണ് കൂടുതൽ എല്ലാവരും ചെയ്തു വരാറുള്ളത്. അതിൽ നിന്ന് വിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി, പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തി AIYF മാള മണ്ഡലം കമ്മിറ്റി കുഴൂരിൽ യുവസംഗമം നടത്തി. KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കള്ള വോട്ട് ചെയ്താണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതെന്നുള്ള ഒരു രാഷ്ട്രീയ ചർച്ച കേരളത്തിലെമ്പാടും നടത്തി. ഇന്ത്യപ്പോഴും ജനാധിപത്യ രാജ്യത്താണ്. ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ 65 പാർലമെന്റ് മണ്ഡലങ്ങളിൽ കള്ളവോട്ട് ചെയ്തു എന്നുള്ളത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലടക്കം 1.25 ലക്ഷം വോട്ടാണ് കള്ളവോട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. ER ജോഷി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ MR അപ്പുകുട്ടൻ, KV സുജിത് ലാൽ, PF ജോൺസൺ, അലി PK, അരുൺ PV, VS ഗോപാലകൃഷ്ണൻ, രമ്യ ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യമുയർത്തി വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ കുടുംബ സംഗമം നടത്തി. മണ്ഡലം പ്രസിഡന്റ് AM മുസമിൽ അധ്യക്ഷനായി. ലഹരിക്കെതിരെ വീട്ടമ്മമാർ അണിനിരന്ന സംഗമത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റസിയ അബു, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ, നേതാക്കളായ മല്ലിക ആനന്ദൻ, ജെബി അലിയാർ, അസീറ, ശാന്ത വെള്ളാങ്കല്ലൂർ, സാബിറ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ്, കോൺഗ്രസ് നേതാക്കളായ A ചന്ദ്രൻ, AR രാമദാസ്, V മോഹൻദാസ്, സാബു കണ്ടത്തിൽ, പ്രശോഭ് അശോകൻ, നൌഷാദ് ചിലങ്ക എന്നിവർ സംബന്ധിച്ചു. ആന്റി നർക്കോട്ടിക് സെന്റർ ഓഫ് ഇന്ത്യയുടെ അവാർഡ് നേടിയ റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ KM അബ്ദുൾ ജമാൽ ലഹരിക്കെതിരെ ക്ലാസ് എടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഉറവത്തും പീടികയിൽ കുറുനരിയെ പിടികൂടി. ഇടയാറ്റൂർ കളരിക്കൽ സജീവന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിയാഴ്ച രാവിലെ കുറുനരിയെ പിടികൂടിയത്. അടുക്കളയ്ക്ക് സമീപമുള്ള വിറകുപുരയിലാണ് കുറുനരിയെ കണ്ടത്.
ഉടൻ തന്നെ ചാലക്കുടി വനം വകുപ്പിനെ വിവരമറിയിക്കുകയും തുടർന്ന് റെസ്ക്യൂ വാച്ചർമാരായ ബിബീഷ്, ദീപു, ഷെഫീഖ് എന്നിവർ ചേർന്ന് കൂടുവെച്ച് കുറുനരിയെ പിടികൂടുകയായിരുന്നു. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി മാള ടൗണിൽ നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ ഒരു സംശയം വേണ്ട, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇന്ത്യ ഇല്ല. നമ്മുടെ ഇന്ത്യ രാജ്യം രൂപം കൊണ്ടത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ രാജ്യം അതിൻ്റെ 79ാമത് ജന്മദിനം എന്ന നിലയിൽ തന്നെ നമുക്കതിനെ പരിഗണിക്കപ്പെടാം. സ്വാതന്ത്ര്യ ദിനം ആചരിക്കുക. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് പ്രസിഡന്റ് IS അക്ഷയ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി സി ധനുഷ് കുമാർ, CPI മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര മോഹനൻ, മുൻ ബ്ലോക്ക് സെക്രട്ടറി PR രതീഷ്, PB വിനു, സാലിഹ് ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. CPM ഏരിയ കമ്മിറ്റി അംഗം TK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം KS ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PA സുധീർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK സജിത്, KK മുരളി, KP ഷാജി, PV ബാബു, KS ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വഴുതന, തക്കാളി, മുളക്, കുമ്പളം, ക്യാബേജ് തുടങ്ങി വ്യത്യസ്ത ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ടാണ് ഉദ്ഘാടനം നടത്തിയത്. കരീം ചാമക്കാല എഴുതിയ അക്ഷരത്തെറ്റ് ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചാമക്കാല ഒസാക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരൻ ബാബു വലപ്പാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ മുഖ്യാതിഥിയായി. മാധ്യമപ്രവർത്തകൻ നൌഷാദ് പാട്ടുകുളങ്ങര പുസ്തക പരിചയം നടത്തി. വാർഡ് മെമ്പർ KS അനിൽകുമാർ, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, ചാമക്കാല മഹൽ അസിസ്റ്റന്റ് ഗത്തീബ് ഉമർ ഹുദവി, എഴുത്തുകാരൻ സലീം ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി SN പുരം പഞ്ചായത്ത് കമ്മിറ്റി പതിയാശ്ശേരി PMC ഹാളിൽ നടത്തിയ സ്വാതന്ത്ര്യ സദസ്സ് വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി പ്രേമ G പിഷാരടി ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി കയ്പമംഗലം പ്രസിഡന്റ് KS നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. TB അബ്ദുൾ ലത്തീഫ്, PP അബ്ദുറസാഖ്, ഇസ്മായിൽ മിസി, ഉമർ NA എന്നിവർ സംസാരിച്ചു. അമീർ അലി പതിയാശ്ശേരി അധ്യക്ഷത വഹിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും BJPക്കുമെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി LDF. BJPയുടെ ജനാധിപത്യ വിരുദ്ധ മുഖം ജനതയുടെ മുന്നിൽ പ്രകടമായെന്നും സുരേഷ് ഗോപി മൗനം തുടരുന്നത് പ്രതിഷേധാർഹമാണെന്നും LDF ജില്ലാ കമ്മിറ്റി. CPIയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സും DYFIയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. മാർച്ച് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ജൻ അധികാർ മാർച്ച് എന്ന പേരിൽ തിങ്കളാഴ്ചയും പ്രതിഷേധ പരിപാടി നടക്കും. കൊടകര പന്തല്ലൂർ ജനത UP സ്കൂളിൽ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ KK രാജൻ ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് അജിമോർ ഷാബു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക NS അനില, അധ്യാപകരായ നൈസി ശങ്കർ, PTA പ്രസിഡന്റ് അശ്വതി, വൈസ് പ്രസിഡന്റ് ഉമേഷ് കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ന്യൂനമർദ്ദമാണ് മഴ വീണ്ടും ശക്തമാകാൻ കാരണം.
ഈ ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ തീരങ്ങൾക്കടുത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ശക്തമായ മഴയെ തുടർന്ന് പീച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നു. നിലവിൽ 1 ഇഞ്ച് തുറന്നിട്ടുള്ള ഷട്ടറുകൾ ഓഗസ്റ്റ് 17 രാവിലെ 8 മണി മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഉയർത്തി 5 ഇഞ്ചാക്കുമെന്ന് പീച്ചി ഹെഡ്വർക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിലെ തോതിൽ നിന്ന് പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ഇന്നലെ രാത്രി 11 മണിയോടെ തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെ തീർന്നില്ല. വോട്ടർ പട്ടിക ക്രമക്കേടിൽ വെട്ടിലായ തൃശൂരിൽ കെ സുരേന്ദ്രനെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കാനൊരുങ്ങി BJP. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിച്ചേക്കും. മതിലകം ഗ്രാമപഞ്ചായത്തിൽ 4 വർഷം കൊണ്ട് നീന്തൽ പരിശീലനം നൽകിയത് 1000-ഓളം വിദ്യാർത്ഥികൾക്ക്. പരിശീലനം പൂർത്തിയായവർക്ക് സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.